എന്നാൽ അതുവരെ ഉണ്ടായ സന്തോഷം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതായിരുന്നു ആ ഒരു സംഭവം. അംബികയിലുണ്ടായ ആൺകുട്ടിക്ക് കാഴ്ചയില്ല. സത്യവതിക്കും അംബികയ്ക്കും ഇത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. വാർത്തയറിഞ്ഞ ഭീഷ്മ ചെറുതായി ഒന്ന് ഭയന്നു. അവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് ഭീഷ്മയ്ക്കറിയില്ലായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അംബാലിക പ്രസവിച്ചു. അതും ഒരു ആൺകുട്ടിയായിരുന്നു. പക്ഷേ കുട്ടിക്ക് കുഴപ്പങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കുറച്ച് സമാധാനം കൊട്ടാരത്തിൽ വീണത് ആ കുട്ടിയെ കണ്ടപ്പോഴാണ്. ശേഷം അവർ രണ്ടുപേരും വളരാൻ ആരംഭിച്ചു. അംബികയുടെ മകന് ആയുധാഭ്യാസം പഠിക്കാൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കാഴ്ചയില്ലാത്തതിനാൽ ആയുധമുറകൾ ഒന്നും തന്നെ അവൻ പഠിച്ചിരുന്നില്ല. എല്ലാവർക്കും ആ കുട്ടിയോട് കാഴ്ചയില്ലാത്തതിന്റെ സഹതാപമായിരുന്നു. അവനാണെങ്കിൽ ആ സഹതാപം ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. എല്ലാവരുടെയും വിശ്വാസം ഇളയ കുട്ടിയോടായിരുന്നു. അവനോടുള്ള പരിചരണവും സ്നേഹവും മറ്റൊരു രീതിയിൽ തന്നെയായിരുന്നു. കാണുന്നില്ലെങ്കിലും ഇതെല്ലാം സൂക്ഷ്മമായി അന്ധനായ ചേട്ടൻ ഹൃദയം പൊട്ടി കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ കുഞ്ഞ് സഹോദരന്റെ പരിശീലനം കൊതിയോടെ ആ കുട്ടി കേട്ടിരിക്കുക പതിവായിരുന്നു. ആദ്യമൊക്കെ വിനോദത്തിന് മാത്രമായാണ് അത് കേട്ടിരുന്നതെങ്കിലും ആ ശബ്ദങ്ങൾ കേട്ട് അവൻ അവയുടെ ഓരോ നീക്കവും മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. പതിയെ പതിയെ അവൻ ആരുമറിയാതെ ആയുധ പരിശീലനം സ്വയം ചെയ്യാൻ തുടങ്ങി. കുറച്ചുനാളത് ചെയ്തപ്പോൾ തന്നെ അവനൊരു വിചിത്ര കാര്യം മനസ്സിലാക്കി. തന്റെ മനസ്സിന്റെ ഒരു വിചിത്ര കാര്യം. താൻ തന്റെ കാഴ്ചയില്ലായ്മയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന സമയം കാഴ്ചയില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മാത്രമായിരുന്നു തന്നെ അലട്ടിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായും തന്റെ ശ്രദ്ധ പരിശീലനത്തിലേക്ക് മാറ്റിയപ്പോൾ കാഴ്ചയില്ലാത്ത കാര്യം പോലും താൻ മറന്നിരിക്കുന്നു.